എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട, പറയൂ. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ് അത് ഇവൻ തീരുമാനിക്കും. ഇത് വലുതാണോ ചെറുതാണോ എന്നൊക്കെ. അല്ല, അങ്ങനെയാണ് ഇതിന്റെ അജണ്ട. ശരി. അതായത് ഇത് വലുതാണോ ചെറുതാണോ എന്ന് തീരുമാനിക്കുന്ന ആളും ഇവൻ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നീ പറിക്കുന്നതോ അവസ്ഥയായിരിക്കും. നീ പറിക്കുന്നതൊക്കെ ആവശ്യമില്ലാത്ത ആണിയായിരിക്കുന്നത്. ഓക്കെ, കിട്ടിയത്. ഇനി ഒന്നും പറയണ്ട, എടുത്തോ, തുടങ്ങിക്കോ. കൂടുതലൊന്നും വേണ്ട. അതെ അതെ അതെ. ഫസ്റ്റ് കിഴി. ഓക്കെ, പൊളിച്ചേക്കാം. മംഗളവാരം 2. ഹൈപ്പുണ്ടോ? മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ ഉണ്ട്, അത്രേ ഉള്ളൂ. എന്താണെങ്കിൽ സിനിമേന്റെ സ്ക്രിപ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. അജയ് ഭൂപതിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പുതിയ ഹീറോയിനെ കൊണ്ടുവന്നിട്ട് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, മറ്റേതില് അതിനായിക തീർന്നല്ലോ. ഓക്കെ, അടുത്ത കിഴി ഹരിഹര വീരമല്ലു. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആണോ? ആണോന്ന് ചോദിച്ചാൽ ആണ്. കാരണം അയാളുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ്, അത് ഓജിയാണ്. അതിനുശേഷം നേരെ താഴെ ഹരിഹര. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ് ഹരിഹര വീരമല്ലു. സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് മാർച്ച് 28 കേൾക്കുന്നത്. ഖേദിക്കേണ്ടി വരും, സത്യം ഖേദിക്കേണ്ടി വരും. ഉള്ള കാര്യം ഇവിടെ അല്ലെങ്കിലും പവൻ കല്യാണിന്റെ സിനിമകൾക്കൊന്നും അധികം അതൊന്നുമില്ല. പക്ഷെ അവിടെ നമ്മള് ഖേദിക്കേണ്ടി വരും. അവിടെ എമ്പുരാൻ ചെല്ലണ്ടേ? അത് ശരിയാണല്ലോ. അപ്പൊ നമ്മള് ഖേദിക്കേണ്ടി വരുന്നല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഞാൻ അതിന്റെ എന്താണെങ്കിലും ഖേദം ആർക്കെങ്കിലും ഒരാൾക്കും ഉണ്ടാവും, അതോ. അടുത്തത് ടിനു പാപ്പച്ചൻ സജിൻ ഗോപു മൂവി. ഓക്കേ, നമുക്ക് എങ്ങനെ നോക്കിയാലും കാര്യമില്ല. സിനിമയില് സജിന്റെ ക്യാരക്ടർ പോലീസുകാരനായിരിക്കും. ഓക്കെ, അപ്പൊ സജിനെ പോലീസുകാരനായിട്ട് കാണാം. അതിനുള്ള ലുക്ക് ഉണ്ട്, അതിനുള്ള ലുക്കും ഉണ്ട്, അതിനുള്ള ആളും ഉണ്ട്. ഓക്കെ, അടുത്ത കിഴി. ഒരു ചെറിയ കുഞ്ഞു സിനിമ, ബേസിൽ ജോസഫ് അല്ലു അർജുൻ മൂവി. ഓക്കെ, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഒക്കെ ആകാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അത് വിട്ടേക്കാം. പേര് കൊണ്ട് വലിപ്പമുണ്ട്, അതൊക്കെ. അതായത് ബേസിലിന്റെ അല്ലു അർജുന്റെ പേര് പറഞ്ഞാൽ തന്നെ വലിപ്പമായി. പക്ഷെ സിനിമയെ കുറിച്ച് ഒന്നും ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ കൺഫേം ആയിട്ടോ വരാത്തത് കൊണ്ട് അവിടെ ഇരിക്കും. തീർച്ചയായും ബേസിൽ ജോസഫ് ഒരു കഥ നമ്മുടെ അല്ലു അർജുനെ കണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. ഈ ചങ്ങായിക്ക് ഇതന്നെയുള്ള പണി. പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ഏതെങ്കിലും ഒന്നും ഉറച്ചു നിൽക്കണമെന്ന് അറിയില്ലേ. സൂര്യയായിട്ടൊരു സംഭവം ഉണ്ട്, പിന്നെ നമ്മുടെ രൺവീർ സിംഗിന്റെ ഒരു സംഭവമുണ്ട്. അത് മിക്കവാറും എന്തോ ആയിന്ന് തോന്നുന്നത്. എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. ശക്തിമാനെ അത് അങ്ങേര് അടങ്ങി നിൽക്കുകയാണല്ലോ, ഒറിജിനൽ ശക്തിമാൻ. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവാം. എന്തായാലും ഇപ്പൊ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു റൂമറാണ് അല്ലു അർജുൻ ബേസിൽ ജോസഫ് മൂവി. കഥ പറഞ്ഞു, ഗ്രീൻ സ്ക്രീൻ അല്ല, ഗ്രീൻ സിഗ്നൽ കിട്ടിയെന്നാണ് അറിഞ്ഞത്. നോക്കാം, എന്തായാലും കൂടുതൽ ചർച്ചകൾക്കൊക്കെ കൂടുതൽ സമയം വേണം. അതിനനുസരിച്ച് അതിന്റെ ബാക്കി കാര്യങ്ങൾ, അതിനനുസരിച്ച് അതിന്റെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആണോ എന്നുള്ളതിന്റെ വലിപ്പം കൂടും. അടുത്തത് റെട്രോ. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആണ്. സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച് പൂജ ഹെഗ്ഡെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ആള് 2 സിനിമയിലാണ് നായികയായിട്ട് വരാൻ പോകുന്നത്. ഒന്ന് റെട്രോയിലും ഒന്ന് ജനനായകനിലും. ജനനായകനേക്കാൾ ഒന്നും കൂടി ആളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ റെട്രോയിലാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് കാർത്തിക് സുബ്രാജ് തന്നെ ഇതിൽ സെലക്ട് ചെയ്യാൻ കാരണം നമ്മുടെ രാധേശ്യാമില്ലേ, അതിലൊരു 2 സീനുണ്ട്. ആ 2 സീൻ കണ്ടിട്ട് അതിലെ പെർഫോമൻസ് കണ്ടിട്ടാണെന്നാണ്. സീൻ ഏതാണാവൂലെ? അതറിഞ്ഞൂടാ. കാർത്തിക് സുബ്രാജിനെ ഞെട്ടിച്ച ആ സീന് കണ്ടിട്ടില്ല. ഏതാണത്? അതൊന്ന് തെളിയിച്ചു തന്നെ. ഓക്കെ, അപ്പൊ ആ സീൻ കണ്ടിട്ടാണ് ഇതിലേക്ക് എടുത്തതെന്നാണ്. കൂടുതൽ പെർഫോം ചെയ്യാനുള്ളതും ക്യാരക്ടർ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറും ഇതിലാണെന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്ട് കാര്യം വ്യക്തമാണ് കൂടുതലായിട്ട്. പിന്നെ പൂജ വന്നു കഴിഞ്ഞാൽ ഗതി പിടിക്കാറില്ല എന്നുള്ളൊരു ഒരു എന്താ പറയാ, ഒരു സംസാരം പൊതുവെ ഒരു സംസാരമുണ്ട്. അത് മാറ്റി മറിക്കട്ടെ ഈ 2 സിനിമയിലൂടെ. ഓക്കെ, അടുത്ത കിഴി
ജിത്തു ജോസഫ് പൃഥ്വിരാജ് മൂവി. ജിത്തു ജോസഫും പൃഥ്വിരാജും വീണ്ടും ഒരുമിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ ഊഴം, മെമ്മറീസ്, ഈ 2 സിനിമയ്ക്ക് ശേഷം ഇവർ രണ്ടുപേരും ഒരുമിക്കാൻ പോകുന്ന സിനിമ. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുക്കുന്നത് KR കൃഷ്ണകുമാറാണ്, നമ്മുടെ കൂമൻ, പിന്നെ ഏതാണ് ടോൾത്തുമാൻ, അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ. നോക്കാം. അടുത്തത് പൃഥ്വിരാജിന്റെ ലിസ്റ്റാണ് എടുക്കേണ്ടത്. എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 വീട് ചെയ്യാനുണ്ട്. സത്യമായിട്ടുണ്ട്. അടുത്തത് വിടാമുയർച്ചി. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എത്രയാണ്? നിന്റെ ഇപ്പൊ എത്ര? 2 അല്ലല്ലോ. ഹരിഹര വീരമല്ലു, ഹരിഹര വീരമല്ലു, മല്ലു, മറ്റേ അല്ലു അർജുൻ. നമ്മളും റെട്രോയും വിടാമുയർച്ചി. എന്താണെങ്കിലും വിടാമുയർച്ചിന്റെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 35 മിനിറ്റുമാണ് സിനിമയുടെ ഡ്യൂറേഷൻ ഉള്ളത്. ഫസ്റ്റ് ഹാഫ് വരുന്നത് 1 മണിക്കൂറും 22 മിനിറ്റും 18 സെക്കൻഡും. സെക്കൻഡ് ഹാഫ് വരുന്നത് 1 മണിക്കൂറും 12 മിനിറ്റും 5 സെക്കൻഡും. ഓക്കെ, കൊള്ളാം. US സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത കിഴി ധ്രുവ് വിക്രം സുധാ കൊങ്കാര മൂവി. എന്താണിത്? എന്താ നിന്റെ ഒന്ന് കിട്ടണ്ടേ? അങ്ങനെ അതൊന്നും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡിലൊന്നും പെടൂല. ഓക്കെ. സുധാ കൊങ്കാര ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ നമ്മുടെ പരാശക്തിയാണ്. അതിനുശേഷം ധ്രുവ് വിക്രമിനെ നായകനാക്കി സിനിമ പ്ലാൻ ചെയ്യുന്നു. അത് ഏതാണ്ട് കൺഫേം ആയി. ഇത് റൂമർ ഉണ്ടായിരുന്നു, പക്ഷെ കൺഫേം ആയി എന്നുള്ളതാണ് ഇന്നത്തെ ഈ കിഴിയുടെ പ്രത്യേകത. അതെ. അടുത്തത് സന്തോഷ് ട്രോഫി. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിപിൻ ദാസ് ഒരു സ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കോഴി ഇടയ്ക്ക് കയറുന്നോടാ പാട്ടീന്ന്. ഇവിടെ 2 മതി. ഓക്കെ, അടുത്ത കിഴി എന്താ വായിച്ച? എനിക്ക് ഇഷ്ടല്ല സ്പിരിറ്റ്. അതാണ് വായിക്കാൻ കിട്ടൂല. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആണോ? മോസ്റ്റ് ഓവർറേറ്റഡ് മൂവി സ്പിരിറ്റ്. പ്രഭാസ് നായകനാവുന്ന സിനിമയാണ്. സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യും സിനിമ. സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ചും പിന്നെ പൂജാ സെറമണി ഉഗടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 30-നാണെന്ന് തോന്നുന്നു അല്ലേ? അവരുടെ സ്പെഷ്യൽ ആഘോഷമാണ്. ഓക്കെ, അന്നുണ്ട് കേട്ടോ അതൊക്കെ. ഓക്കെ, വളരെ നല്ല കാര്യം. അടുത്തത് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. മലയാളം എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് പറയാം. കിട്ടിയിട്ടുണ്ട്. അജണ്ട പറഞ്ഞതും തീരുമാനിച്ചതും എല്ലാം ഞാൻ തന്നെ ആയിരിക്കും. അതിന്റെ റൂൾസ് തീരുമാനിക്കുന്ന ഒക്കെ അവൻ. തോൽവി അല്ലെങ്കിലും ചോദിച്ചു വാങ്ങുന്ന തീരം പരിപാടിയാണ്. എന്താണെങ്കിലും വേൾഡ് വൈഡ് ഡൊമിനിക്കിന്റെ കളക്ഷൻ വന്നിരിക്കുന്നത് 20 കോടിയാണ് കേട്ടോ. 20 CR. പോരട്ടോ അല്ലേ? പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടക്ക് മുതലിലെ അത് വെച്ച് നോക്കുമ്പോ സിനിമ വിജയം. അതൊരു പ്രശ്നമാണ്. എനിക്ക് പലയിടങ്ങളിലും വിമർശിച്ചു കണ്ടു. പരിപ്പോട പരിപാടിയാണ് കേട്ടോ. സത്യമല്ലേ? ആ പരിപാടിക്ക് ഈ മമ്മൂട്ടി കമ്പനി കുറച്ച് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പരിപ്പോട പരിപാടി അതായത് ചോറൊന്നും ഉണ്ടാവില്ല, പരിപ്പാടി ചായ. അതാ ബിഗ് ബിയിൽ പറഞ്ഞ് നിർത്തിയത്. അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കാന്നാണ്. മരിപ്പിനുള്ള വാടകയും ചായ ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിപ്പോ തന്നോണ്ടിരിക്കുക. റിയൽ ആക്കിക്കൊണ്ടിരിക്കുക. ഇടക്കൊക്കെ ഒരു ഊണൊക്കെ കൊടുക്കാട്ടോ. വെറും പരിപ്പാട പരിപാടി വറുത്തതും കൂട്ടിയെങ്കിലും. അതെ. അടുത്ത് ഒന്ന് വായിക്കണടാ. വേണ്ട, അപ്പൊ തന്നെ മനസ്സിലായി എന്തോ സാധനം. വേണ്ട വേണ്ട, ഞാൻ പറയും, ഞാൻ നോക്കൂല. എന്നാ നിന്ന് ഞെട്ടണ്ട ഞാൻ പറയുമ്പോ. SSMB 29. മഹേഷ് ബാബു, SS രാജമൗലി, പ്രിയങ്ക ചോപ്ര. നീ ഞെട്ടിത്തിരിഞ്ഞ ഞാൻ കരയുന്നല്ല, അത് കേട്ടിട്ടാണെങ്കിൽ. ഓക്കെ, SSMB 29 സിനിമയിൽ നമ്മുടെ പ്രിയങ്ക ചോപ്ര ആളാണ് ഇതിൽ നായിക. ആള് പക്ഷേ ഇതിൽ നെഗറ്റീവ് ഷെയ്ഡായിരിക്കും, വില്ലത്തി ആയിരിക്കും. അതുകൊണ്ടാണ് അതിൽ പ്രിയങ്കനെ നോക്കിയത് എന്നല്ലേ? ആയിരിക്കാട്ടോ. രണ്ടുപേരും തണ്ടിക്ക് നിൽക്കും. അത് പൊളിച്ച്. അടുത്തത് ഹൃദയപൂർവ്വം.
സിനിമയുടെ ബേസിൽ ജോസഫ് ഓൺ ബോർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗംഭീരമായിരിക്കും. സംഗീത്, ബേസിൽ, ലാലേട്ടൻ. ഓ, നല്ല നല്ല കാസ്റ്റിംഗ് ആണ്. നല്ല കാസ്റ്റിംഗ്. നമുക്ക് കാസ്റ്റിംഗ് ഓർക്കുമ്പോഴേ സിനിമ കാണാൻ തോന്നുന്ന ഒരു രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ്. ഒരു പുതിയ യൂണിവേഴ്സിൽ ലാലേട്ടൻ ചെന്നതുപോലെ അല്ലേ? സത്യം. പുതിയ ആൾക്കാരാകുമ്പോഴേ. ഓക്കെ, അടുത്ത കിഴി വേഫറർ ഫിലിംസിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സ്. 3 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് പറയാൻ പോകുന്നത്. ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ആദ്യത്തെ പാർട്ടാണ് നമ്മുടെ നസ്ലൻ നായകനാവുന്ന സിനിമ. കല്യാണിയാണ് നായിക. ഓക്കെ, ഇതിൽ കാമിയോ ആയിട്ട് നമ്മുടെ ദുൽഖറും വരുന്നുണ്ട്, ടോവിനോ വരുന്നുണ്ട്. ഇതിന് 2ാം ഭാഗം വരും. അതിൽ നമ്മുടെ ടോവിനോ നായകനായി വരും. ലീഡ് റോള് ടോവിനോ. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പാർട്ട് 3 വരും. അതിൽ ദുൽഖറായി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ദുൽഖർ ലീഡ് റോള്. അപ്പോൾ ഏതാണ്ട് സംഭവം സിനിമാറ്റിക് യൂണിവേഴ്സ് സത്യമാകും. പക്ഷെ ആദ്യത്തെ സിനിമ നന്നായി വിജയിക്കണം. ഫസ്റ്റ് ഇതിന്റെ ജോണർ എന്തത്? ഫാന്റസി, മിത്ത് എല്ലാം ഉണ്ട്. എന്തൊക്കെയുണ്ട്? കുറെ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനം. ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തായാലും ഗംഭീര ആട്ടെ. അതെ. അടുത്തത് ആശ്വാസം, ടോക്സിക്. എന്റെ പൊന്നോ, ഒന്നെങ്കിലും ഉണ്ടല്ലോ ഒരു സമാധാനത്തിന്. 1 അല്ല 3 ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണെങ്കിലും ടോക്സിക് സിനിമയുടെ ഗോവ ഷെഡ്യൂള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഷെഡ്യൂൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഒരുക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ ഷെഡ്യൂളിൽ നയൻതാര, കിയാറ അദ്വാനി, ഹുമാ ഖുറേഷി തന്നെയാണ്. ഹുമാ ഖുറേഷി എന്താണ് വൈറ്റില് മനസ്സിലായി. അതായത് നമ്മുടെ കരീന കപൂറിന് പകരം പറഞ്ഞിരുന്നത് ഹുമാ ഖുറേഷിന്റെ പേരായിരുന്നു. പിന്നെ താര സുത്തിരിയ. അങ്ങനെ 4 പേരും ഈ ഷെഡ്യൂളിൽ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, അടിപൊളി. പാർവതി ഇല്ലേ? ഒരു പ്രധാന റോള് കൊടുക്കണമായിരുന്നു. മറ്റേ ആടില് പരിപാടിയും ഒരു പ്രധാന റോള് കൊടുക്കണമായിരുന്നു അല്ലേ? ആള് മറ്റേ പുതിയ ഇതിലൊക്കെ ഉണ്ടെന്നോ, ഡേറ്റിംഗ് ആപ്പിലൊക്കെ ഉണ്ടെന്നോ. തെറ്റല്ലോ. പോയി പിന്നെ റിക്വസ്റ്റ് ഒന്നും അയക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞോ. എന്തിന്? വെറുതെ രസല്ലേ. ഒരു 35 രൂപക്ക് ടിക്കറ്റ് എടുക്കുക, നേരെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറുക. അതല്ലേ ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, ഇത് പേഴ്സണൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണേ. തികച്ചും പേഴ്സണലാണ്. അതെ. അയ്യോ. ഓക്കെ, അടുത്ത കിഴി സിക്കന്ദർ സിനിമയുടെ ഷൂട്ട് അതായത് ഈ മാസം അവസാനത്തോടെ തീരുമെന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ചെറിയ സിനിമയായതുകൊണ്ട് കുഴപ്പമില്ല, ചെറുതാണ്, മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഒന്നും അല്ലാത്തതുകൊണ്ട്. അതെ, സൽമാൻ ഖാൻ നായകനാവുന്ന സിനിമ. ഞാൻ പറഞ്ഞുതരാം, SS രാജമൗലി എന്ന് പറഞ്ഞോണ്ടെങ്കിൽ അത് അതിനേക്കാട്ടും വലുതാക്കാൻ നിൽക്കല്ലേ. ചെറിയ തെറ്റ്. ഓക്കെ, എന്തായാലും സിക്കന്ദർ സിനിമയുടെ ഫസ്റ്റ് സോങ് വരുന്നുണ്ട്. അതായത് ഫെബ്രുവരി 2nd വീക്കോടെ ഇതിന്റെ ഫസ്റ്റ് സോങ് വരും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് അതെ, കിഴി എപ്പിസോഡ് മാത്രമല്ല ഞാനും തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ ഒരു പുനർജന്മം ഉണ്ടാകുമെന്ന് നോക്കാം. ബൈ. നമ്മള് രസമായിട്ട് പറഞ്ഞാട്ടോ മറ്റേ. അയ്യോ, അതൊക്കെ ചുമ്മാ പറയുന്നതാണേ. അത് ആ ഒരു മൈൻഡിൽ തന്നെ എടുക്കണേ, അല്ലാണ്ട് ഒരിക്കലും അത് അവരെ കളിയാക്കാനോ അങ്ങനത്തെ സംഭവം ഒന്നും അല്ല കേട്ടോ. ബൈ.